സ്ത്രീകളുടെ സ്വാതന്ത്ര്യം തടഞ്ഞു വെച്ച് ഇസ്ലാമിൽ ഫർദ സിസ്റ്റം, അബായ സിസ്റ്റം, അതായത് ഹിജാബ്, മുഖമക്കന, കണ്ണ് കെട്ടി നടക്കുന്നു എന്നൊക്കെ ആളുകൾ ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്ന ചില നിരീശ്വരവാദികളും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന RSS BJP പോലത്തെ ചില വർഗീയവാദികളും, അവർ ഹിന്ദുക്കളിൽപ്പെട്ടവരല്ല, ഹിന്ദുക്കളുടെ ഐഡന്റിറ്റിയിൽ നടന്നുകൊണ്ട് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി മാത്രം നടക്കുന്നവരാണ്. അവർ കൂടാതെ ചില ക്രിസ്ത്യാനികളിൽ നല്ല ആളുകളുണ്ട്, ചില ആളുകൾക്ക് നരമ്പിൻ്റെ സൂക്കേടുണ്ട്. മുസ്ലിങ്ങളുടെ കാര്യങ്ങളെയൊക്കെ എതിർത്ത് നടക്കുക എന്നുള്ള മാത്രം നിരീശ്വരവാദികളെയൊക്കെ എടുത്ത് തലയിൽ വെച്ച് നടക്കുന്ന ചില ക്രിസ്ത്യാനികളിൽപ്പെട്ട ആളുകൾ. അത് ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്തരം ആളുകളെ കാണാൻ പറ്റും. നായി കുറുക്കെന്ന് നമുക്ക് പറയുവാണെങ്കിൽ, നായി വല്ല കുറുക്കനും അല്ല എന്നുള്ള കോലത്തിൽ, നിരീശ്വരവാദിയാണോ അല്ല, ക്രിസ്ത്യാനിയാണോ അല്ല, അങ്ങനെയുള്ള കോലത്തിലുള്ള. അപ്പോൾ ഇവരൊക്കെ ഇസ്ലാമിനെതിരെ ശക്തമായി ആഞ്ഞടിക്കുന്നത് ഇസ്ലാമിൻ്റെ വസ്ത്രധാരണ, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല. അപ്പോൾ അവിടെ പറയാനുള്ളത്, നിങ്ങൾ വലിയ തലയിൽ കൊണ്ടുവച്ച് നടക്കുന്ന സിനിമാ നടിമാരൊക്കെ ഒന്ന് സ്വാതന്ത്ര്യത്തോടു കൂടി പുറത്തിറങ്ങണമെങ്കിൽ അവർക്ക് ഈ പർദ്ദയില്ലാതെ പുറത്തിറങ്ങാൻ പറ്റൂല, അറിയോ? ഒന്ന് ഒരു സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് നിൽക്കണമെങ്കിൽ ഒന്ന് സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് ഒരു ഫ്രീഡം അവരെ അനുഭവിക്കണമെങ്കിൽ അവർക്ക് പർദ്ദയും മുഖമക്കനും ഒക്കെ നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അവരുടെ ലൈഫ്. അതാണ് അവരുടെ സ്വാതന്ത്ര്യം. മനസ്സിലായോ? അത് അവരോട് പോയി ചോദിച്ചു നോക്കിയാൽ അവർ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളെയും വിമർശിക്കുന്ന ആളുകൾക്ക് ഉള്ള മറുപടി, അങ്ങനെ ഒരുപാട് മറുപടികളുണ്ട്. മറ്റുള്ള രാജ്യത്തൊക്കെ, മുസ്ലിം രാജ്യങ്ങളിലൊക്കെ ഏത് പാതിരാക്കും ഏത് സ്ത്രീ ആയിക്കോട്ടെ, ഇനി ഹിജാബോട് കൂടിയാണെങ്കിലും എല്ലാതെയും പുറത്ത് നടന്ന് ഏത് പാതിരാക്കും സഞ്ചരിക്കാം. ഒറ്റക്കായാലും എല്ലാതെയും സഞ്ചരിക്കാൻ പറ്റുന്ന നിയമവ്യവസ്ഥയാണ് ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ളത്. അത് പ്രാവർത്തികമായി കാണണമെങ്കിൽ GCC എവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ നിൽക്കുന്ന മറ്റു മതസ്ഥരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വം. അപ്പോൾ അത് ജിഹാദികളും മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ഇൻസൾട്ട് ചെയ്യുന്ന ഈ പൊട്ടൻ കിണറ്റിൽ വീണ തവളകളെ പോലെ കറങ്ങി നടക്കുന്ന നിരീശ്വരവാദികളൊക്കെ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ.